എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഷ്റൂം കുരുമുളകിട്ട് വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മിൽക്ക് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സാധാരണ ഏത് മഷ്റൂം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മഷ്റൂമിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയണം. ഒരുപാട് ഉണ്ടാവില്ല, വളരെ നേർത്ത ഒരു തോലാണ് ഇതിന് മുകളിൽ ഉണ്ടാവുക. അത് മുകളിലുള്ള ആ ഒരു കൂണിൻ്റെ ഭാഗത്തുള്ള തോലും ഇതുപോലെ കൈകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് കളയുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ് അല്ലെങ്കിൽ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്ത് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഈ ഒരു മഷ്റൂമിലുള്ള വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ആ ഒരു വെള്ളം മാറ്റി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. മഷ്റൂമിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിൽ ആവശ്യത്തിന് ഉണ്ടാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിൽ ഇത് നല്ലതുപോലെ ക്രിസ്പായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. 2 ഭാഗവും നല്ല ക്രിസ്പായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കീപ്പ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസും ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. വരട്ടിയെടുക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേറെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരട്ടിയെടുക്കുമ്പോഴും ഈ ഒരു മസാല യൂസ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് മഷ്റൂമും ബാക്കിയുള്ള മസാലയും കൂടി നല്ലതുപോലെ വഴണ്ട് വരണം. ഫസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക, അല്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.